ഗർഭസ്ഥ ശിശു ലിംഗനിർണയവുമായി ബന്ധപ്പെട്ട PC ആൻഡ് PNDTA നിയമത്തെക്കുറിച്ച് കാഞ്ഞങ്ങാട്ട് കാസർഗോഡ് ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ് ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ജില്ലയിലെ അൾട്രാസൗണ്ട് സ്കാൻ കേന്ദ്രങ്ങളിലെ മാനേജർമാർ, ജീവനക്കാർ എന്നിവർക്കായാണ് ഗർഭസ്ഥ ശിശുലിംഗ നിർണയവുമായി ബന്ധപ്പെട്ട PC ആൻഡ് PNDTA നിയമത്തെ ആസ്പദമാക്കി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. കാഞ്ഞങ്ങാട് ആലാമിപ്പള്ളിയിലെ രാജ റെസിഡൻസിയിൽ വെച്ച് നടത്തിയ ശില്പശാല ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AV രാംദാസ് ഉദ്ഘാടനം ചെയ്തു. ഭ്രൂണഹത്യകൾ കൂടുതൽ നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം സാധ്യത കുറവാണ്. നാട്ടിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ പുരുഷന്മാർക്ക് കല്യാണം കഴിക്കാൻ ഇപ്പോൾ പെണ്ണുങ്ങൾ കിട്ടാത്തൊരവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ റേഷ്യോ നമ്മുടെ കേരളത്തിൽ അതിൻ്റെ റേഷ്യോ എനിക്ക് തോന്നില്ല. ഇപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ നിരീക്ഷിക്കുന്ന ഒരു എനിക്കൊന്ന് 4 വർഷം മുമ്പേ തോന്നുന്നു സെൻട്രൽ ടീം വന്നിട്ട് അവർക്കിത് വളരെ നമ്മളെ പോലെയല്ല, വളരെ നിരീക്ഷണത്തോടു കൂടി വന്ന് നേരെ നമ്മളോടൊന്നും പറയില്ല, നേരെ പോകാൻ പറഞ്ഞത് മഞ്ചേശ്വര ഭാഗത്തോട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, അത്തരം ടീമുകൾ ഏത് സമയത്തും വരാം. അപ്പം നമ്മുടെ ജില്ലയിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾക്കും കൂടെ ഒരു മോശമായിട്ട് വരും. ചടങ്ങിൽ ജില്ലാ RCH ഓഫീസർ ഡോക്ടർ KK ഷാൻഡി അധ്യക്ഷയായി. കാസർഗോഡ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീകുമാർ മുകുന്ദൻ, PC ആൻഡ് PNDTA ജില്ലാതല ഉപദേശക സമിതി അംഗങ്ങളായ ദേവി രവീന്ദ്രൻ, A ശ്രീനാഥ്, സാവിത്രി ബാലകൃഷ്ണൻ, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ എന്നിവർ ആശംസകൾ നേർന്നു. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ B സന്തോഷ്, കമ്മ്യൂണിറ്റി മെഡിസിൻ വിദഗ്ധൻ ഡോക്ടർ ബേസിൽ വർഗീസ്, അഡ്വക്കേറ്റ് തസ്രീന തയ്യിൽ എന്നിവർ വിവിധ വിഷയത്തെ അധികരിച്ച് ക്ലാസ് എടുത്തു. എല്ലാ കാര്യങ്ങളും നെഗറ്റീവായി ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടെ. അപ്പോൾ അത്തരത്തിൽ ഈ സ്കാനിങ് എന്ന് പറയുന്ന സമ്പ്രദായം വന്നിട്ടുള്ളത് ഈ ഗർഭസ്ഥ ശിശുവിന് വല്ല പ്രശ്നങ്ങളുമുണ്ടോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയാ നമുക്ക് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവും, അങ്ങനെയുള്ള കുട്ടികൾ ജനിക്കരുത്, അങ്ങനെ എന്തെങ്കിലും ജനറ്റിക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, ശരിക്കും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു സമ്പ്രദായം ഉണ്ടത് മെഡിക്കൽ സയൻസിൽ. പക്ഷെ വളരെ എന്താ പറയാ ദൗർഭാഗ്യം എന്ന് പറയാം. കാരണം അതിന്ന് വളരെ മോശമായ ഒരവസ്ഥയിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് 1994 ഈ PNDTA ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം രണ്ടാമതും ഇത് അമെൻഡ് ചെയ്തു. 2003 അമെൻഡ് വരുന്നത്. അത് ഈ പുതിയ കാലഘട്ടമാണ്, 90കളല്ല, 21ാം നൂറ്റാണ്ടാണ്. അപ്പോൾ അത് അമെൻഡ് ചെയ്യുന്നത് കാരണം പ്രീ കൺസെപ്ഷൻ, നേരത്തെ PNDT ആയിരുന്നു, അതായത് പ്രീ നേറ്റൽ എന്ന് പറയുന്നത്, അത് പ്രസവ ഗർഭിണിയായിരിക്കുന്ന സമയത്തുള്ള സെക്സ് സെലക്ഷൻ, വയറ്റിലുള്ള കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് അറിയുന്നത്. ഇത് പ്രീ കൺസെപ്ഷൻ എന്ന് പറയുന്നത് സെക്സ് ഗർഭധാരണത്തിന് മുന്നേയുള്ള സെക്സ് സെലക്ഷൻ. അത്തരത്തിലുള്ള ഒരു വികസനം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. PC ആൻഡ് PNDTA നിയമം ജില്ലയിൽ കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്ററുകളിൽ കൃത്യമായ പരിശോധനകൾ നടത്തുകയും ബോധവൽക്കരണ പ്രവർത്തനം ഊർജിതപ്പെടുത്തുകയും ചെയ്യുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.